ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 32ാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, കുഞ്ഞിന്റെ വളർച്ച, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഗർഭകാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. 40 ആഴ്ചയാണ് ഗർഭകാലം. 32ാമത്തെ ആഴ്ച എത്തുമ്പോൾ ശാരീരികവും മാനസികവുമായി പല മാറ്റങ്ങളും അനുഭവപ്പെടാറുണ്ട്. ഇനി ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. ശരീരത്തിലുണ്ടാകുന്ന അസ്വാഭാവികമായ മാറ്റങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങളെന്ന് നോക്കാം. 32ാമത്തെ ആഴ്ചയിലെ പ്രധാന മാറ്റം കുഞ്ഞിന്റെ തല താഴേക്ക് വരുന്നതാണ്. അതുപോലെ കുഞ്ഞിന് മുടിയും നഖങ്ങളും കൺപീലികളും ഒക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. കുഞ്ഞിന് ആവശ്യമായ സാധനങ്ങളെല്ലാം കരുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിനെ സംരക്ഷിച്ചിരുന്ന മുടി ഇപ്പോൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ലെനുഗോ എന്ന് പറയുന്ന ഈ മുടിയുമായിട്ടായിരിക്കും ജനിക്കുക. ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെങ്കിൽ ഈ സമയത്ത് അവന്റെ വൃഷ്ണങ്ങൾ അവന്റെ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ തല ഇപ്പോൾ താഴ്ന്നിരിക്കുക. ഭൂരിഭാഗം കുട്ടികളും ജനിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പെങ്കിലും തല താഴ്ന്ന നിലയിലേക്ക് എത്തും. മാത്രമല്ല, ജനിക്കുന്നതിന് മുമ്പ് നിരവധി തവണ സ്ഥാനം മാറുന്നതും സാധാരണയാണ്. കുഞ്ഞ് കറങ്ങുന്നത് കൃത്യമായിട്ട് അറിയാനും പലപ്പോഴും സാധിക്കാറുണ്ട്. 32 ആഴ്ചയിൽ പെൽവിക് പ്രദേശത്ത് കുറച്ച് സമ്മർദ്ദമോ ചലനമോ ഒക്കെ അനുഭവപ്പെടാം. കുഞ്ഞ് താഴ്ന്നിറങ്ങുമ്പോൾ വേദനയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. 32ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് 8 മാസമാണ്. ഏകദേശം 11 ഇഞ്ചായിരിക്കും കുഞ്ഞിന്റെ നീളം. ഈ ഘട്ടത്തിൽ 1.7 കിലോഗ്രാം വരെ ആയിരിക്കും കുഞ്ഞിന്റെ ഭാരം ഉണ്ടാവുക. ഇനി അമ്മയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ കാലിലെ പേശികളുടെ ഭാഗത്ത് വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഗർഭകാലത്ത് കാൽവേദന ഏറ്റവും സാധാരണമായ ഒരു ലക്ഷണമാണ്. കിടക്കുന്നതിന് മുമ്പ് സ്ട്രെച്ച് ചെയ്യുന്നതും വ്യായാമം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. പേശികളുടെ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ 32ാമത്തെ ആഴ്ചയിൽ ചിലർക്കെങ്കിലും വയറിളക്കം അനുഭവപ്പെടാം. ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായിട്ടും ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. അതുപോലെ ഗർഭകാലത്ത് മിക്കവരും നേരിടുന്ന പ്രശ്നമാണ് ഉറക്കക്കുറവ്. അശ്രദ്ധയും മറവിയും പലരും നേരിടുന്ന പ്രശ്നമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ മിക്ക ഗർഭിണികൾക്കും ഈ ഘട്ടത്തിൽ വായിൽ മുറിവുകളൊക്കെ ഉണ്ടാവാം. മോണ മുറിയാനോ അതുപോലെ പഴുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പല്ലിന് ബലം നഷ്ടപ്പെടുന്ന പോലെ പലർക്കും തോന്നാറുണ്ട്. ഇത് കാൽഷ്യത്തിന്റെ കുറവ് മൂലമായിരിക്കാം. അതുകൊണ്ട് ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.